യൂട്യൂബിലൊക്കെ ഹോം ടൂർ വീഡിയോ ചെയ്യുന്നവർ ധാരാളമാണിപ്പോൾ. ഇത്തരത്തിൽ ഹോം ടൂർ വീഡിയോ പങ്കുവച്ചാൽ അത് മോഷ്ടാക്കളെ ആകർഷിക്കുമെന്നുള്ളതിന്റെ ഒരു തെളിവായിട്ടുള്ളൊരു വാർത്തയാണ് പങ്കുവയ്ക്കുന്നത്. ഗോളടിക്കൂ, ഫുട്ബോൾ സമ്മാനമായി നേടൂ. LED ടിവികൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. ആഘോഷിക്കൂ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് ഗോപുനന്ദിലെ ജിമാർട്ടിനൊപ്പം. ഇത്തരത്തിലൊരു ഹോം ടൂർ വീഡിയോ പങ്കുവച്ചൊരു യൂട്യൂബറുടെ 10 ലക്ഷം രൂപ മൂല്യമുള്ള സ്വർണ്ണാഭരണങ്ങളടക്കം മോഷണം പോയിരിക്കുകയാണ്. മധ്യപ്രദേശിലാണ് സംഭവം. ഒരു വീട്ടമ്മയാണ്, യൂട്യൂബറാണ്. രചന ഗുർജാർ എന്നാണ് ഇവരുടെ പേര്. പുലർച്ചെ വീട്ടിലെത്തിയ മോഷ്ടാക്കൾ ഉറങ്ങിക്കിടക്കുകയായിരുന്ന രചനയും കുടുംബാംഗങ്ങളെ മുറിയിലിട്ട് പൂട്ടി. അതിനുശേഷം വീട്ടിൽ നിന്നും സ്വർണം, വെള്ളി ആഭരണങ്ങൾ, പണം, ഒരു വലിയ ബോട്ടിൽ എനർജി ഡ്രിങ്ക് ഇവയുമായി കടന്നു കളയുകയായിരുന്നു. 10 ലക്ഷത്തോളം വില വരും ഇതിനെല്ലാം എന്നാണ് പോലീസ് പറയുന്നത്. മോഷ്ടാക്കൾ വീട്ടിലെ CCTV ക്യാമറകളുടെ ദിശ മാറ്റിവെച്ചതായും പോലീസ് കണ്ടെത്തി. ഉറക്കമുണർന്നപ്പോഴാണ് മോഷണ വിവരം ഇവര് അറിയുന്നത്. മുറി പുറത്തുനിന്ന് പൂട്ടിയിരുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് പുറത്തിറങ്ങാൻ സാധിച്ചില്ല. ബന്ധുക്കളെ വിളിച്ചു വരുത്തിയാണ് ഇവർ വീടിന് പുറത്തിറങ്ങിയത്. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തതായും പ്രതികൾക്കായി തെരച്ചിൽ ആരംഭിച്ചതായും പോലീസ് പറയുന്നു. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കുകയാണ്. പ്രദേശവാസികളോ ബന്ധുക്കളോ ആകാം മോഷണത്തിന് പിന്നിൽ എന്നാണ് പോലീസിന്റെ സംശയം. സോഷ്യൽ മീഡിയയിൽ ഇവർക്ക് 1 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ആണുള്ളത്. അടുത്തിടെ ഇവർ തന്റെ വീട്, തന്റെ ആഭരണങ്ങൾ, തന്റെ കയ്യിലുള്ള പണം, തന്റെ ജീവിതത്തിന്റെ ശൈലികൾ എന്തൊക്കെയാണ് ഇതൊക്കെ കാണിക്കുന്ന വീഡിയോകൾ ധാരാളം പോസ്റ്റ് ചെയ്തിരുന്നു. ഒരു വീഡിയോയിൽ മുറിയുടെ പ്രവേശന കവാടം മുതൽ വീടിന്റെ വിവിധ ഭാഗങ്ങൾ വരെ ഇവർ കാണിക്കുന്നുണ്ട്. മറ്റൊന്നിൽ ആഭരണവും പണവും ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ ഒരു മേശപ്പുറത്ത് വെച്ചിരിക്കുന്നത് പങ്കുവയ്ക്കുകയും ചെയ്തു. ഇതൊക്കെ മോഷ്ടാക്കൾ കണ്ടിട്ടുണ്ടാവും. അതനുസരിച്ച് പദ്ധതി മോഷ്ടാക്കൾ ആവിഷ്കരിച്ചിട്ടുണ്ടാകും എന്നാണ് പോലീസ് വിശ്വസിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ഹോം ടൂർ വീഡിയോകൾ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലെ വിലപിടിപ്പുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ രഹസ്യം സ്വഭാവമുള്ള കാര്യങ്ങളൊക്കെ പബ്ലിക്കിനെ അറിയിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. കാരണം പലർക്കും പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഇടയിലും അല്ലെങ്കിൽ യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ ഇടയിൽ ഇപ്പോൾ ഹോം ടൂർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അവർ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. ഹോം ടൂർ എന്നൊക്കെ പറയുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ ആ ഹോം ടൂറിലൂടെ നമ്മുടെ വീട്ടിനകത്ത് എന്തൊക്കെയാണ് എക്സാക്ട്ലി ഉള്ളത് എന്നും എങ്ങനെയൊക്കെ നമ്മുടെ വീട്ടിനകത്ത് കടക്കാമെന്നുള്ളത് എന്നും വിലപിടിപ്പുള്ള സാധനങ്ങൾ എവിടെയൊക്കെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള വിവരങ്ങൾ പുറത്ത് പങ്കുവയ്ക്കാതിരിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും സേഫ്. കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ അത് പല രീതിയിൽ പലയിടത്തേക്കും എത്തപ്പെടുന്ന ഒരു സംഗതിയാണ്. അവിടെ സേഫായിട്ടിരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ സ്വയം, ഇപ്പോൾ യൂട്യൂബേഴ്സ് ആയാലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവരായാലും നമ്മൾ തന്നെ സ്വയം അതിനുള്ള സുരക്ഷിതത്വം കണ്ടെത്തുക തന്നെ വേണം എന്ന് തന്നെയാണ് ഈ വാർത്തകൾ മനസ്സിലാക്കിച്ചു തരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.